പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. ഭരണം പിടിച്ചിരിക്കുകയാണ്. വലിയ മാർജിനിലുള്ള തോൽവിയാണ് അവിടെ തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും കാത്തിരുന്നത്. ഈ ജയം ഇനിയും അംഗീകരിച്ചിട്ടില്ല മമതാ ബാനർജി. ടി.എം.സി തോൽവിക്ക് പിന്നാലെ നെടുകെ പിളരുകയും ഒരു കൂട്ടം എം.പിമാരും എം.എൽ.എമാരും കൂട്ടമായി ബി.ജെ.പിക്കൊപ്പം പോവുകയും ചെയ്തു. നിലവിൽ പാർട്ടിയിൽ മമതാ ബാനർജി ഏറെക്കുറെ തനിച്ചാണ്. മമത വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ബംഗാളിൽ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതാണെന്ന്. EVM സൂക്ഷിച്ചിരുന്ന മുറികൾ കത്തിനശിച്ചതും ഇതിനു പിന്നാലെ ഒരു ഗ്രാമം മുഴുവനായും ബി.ജെ.പി. അട്ടിമറി ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നതും മമതയുടെ വാക്കുകൾ ശരിവെക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ രജർഹൌട്ട് ന്യൂ ടൗൺ മണ്ഡലത്തിലെ വോട്ടെണ്ണലിലാണ് വൻ ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർന്നത്. ഇത് സംബന്ധിച്ച് രാജ്ഹർഘട്ടിലെ വോട്ടർമാർ ഒന്നൊന്നായി രംഗത്ത് വന്നതോടെ ബി.ജെ.പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്തരം മുട്ടി. 88% മുസ്ലിം വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ ബി.ജെ.പി. 97% വോട്ട് നേടി അട്ടിമറി വിജയം സ്വന്തമാക്കിയതാണ് വോട്ടർമാരെയും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നത്. മുസൽമാൻ പാര എന്ന പ്രദേശത്തെ 164 നമ്പർ ബൂത്തിലാണ് തികച്ചും അവിശ്വസനീയമായ ഈ വോട്ടിംഗ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെതിരെ വോട്ടർമാർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതോടെ റീപോളിംഗ് എന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. ഈ ബൂത്തിൽ ആകെ പോൾ ചെയ്ത 656 വോട്ടുകളിൽ 637 വോട്ടുകളിൽ ലഭിച്ചത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ പീയൂഷ് കനോദിയയ്ക്കാണ്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തപസ് ചാറ്റർജിക്ക് കേവലം 5 വോട്ടുകളും CPM ISF സഖ്യ സ്ഥാനാർത്ഥി സപ്തർഷി ദേബിന് 1 വോട്ട് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഈ പ്രദേശത്ത് തന്നെയുള്ള തൊട്ടടുത്ത 165 നമ്പർ ബൂത്തിലെ ഫലം ഇതിന് തികച്ചും വിപരീതമാണ്. ഇവിടെ ബി.ജെ.പിക്ക് വെറും 32 വോട്ടുകൾ മാത്രം ലഭിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് 299 വോട്ടുകളും തൃണമൂലിന് 290 വോട്ടുകളും ലഭിച്ചു. വോട്ടർമാരുടെ എണ്ണം കൂടുതലായതിനാൽ വ്യക്തമായ യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് അധികൃതർ ഈ പ്രദേശത്തെ ഒരേ കുടുംബത്തിലെ വോട്ടർമാരെ പോലും 164, 165 എന്നീ 2 ബൂത്തുകളിലേക്കായി വിഭജിച്ചത്. താൻ 165 ബൂത്തിലും തൻ്റെ 25 വയസ്സുകാരനായ മകൻ ഷാഹിനൂർ 164 ബൂത്തിലുമാണ് വോട്ട് ചെയ്തതെന്ന് പ്രദേശവാസിയായ റുക്സാന ബീഗം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വോട്ടെണ്ണൽ പ്രക്രിയയിലും വലിയ ക്രമക്കേടുകൾ നടന്നതായി ആരോപണമുണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ മണ്ഡലത്തിലെ ഫലപ്രഖ്യാപനം നടന്നത്. മണ്ഡലത്തിലെ 10 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ 330 പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടുകൾ ഓരോ റൗണ്ടിലും 20 EVMകൾ വീതം 17 റൗണ്ടുകളിലായി എണ്ണിത്തീർക്കാനായിരുന്നു മുൻ തീരുമാനം. എന്നാൽ ഈ ധാരണകൾ അട്ടിമറിച്ച് വോട്ടെണ്ണൽ 18 റൗണ്ടുകളാക്കി വർദ്ധിപ്പിച്ചത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനു പുറമെ യഥാർത്ഥത്തിൽ പോൾ ചെയ്തതിനേക്കാൾ 52 വോട്ടുകൾ അധികമായി EVM മെഷീനിൽ കാണിച്ചതും വലിയ പ്രശ്നമായി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോളിംഗ് ഏജന്റുമാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് 2 മണിക്കൂറോളം വോട്ടെണ്ണൽ തടസ്സപ്പെട്ടിരുന്നു. വോട്ടെണ്ണലിന്റെ 17ാം റൗണ്ട് വരെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പീയൂഷ് കനോദിയ തൃണമൂൽ സ്ഥാനാർത്ഥിക്ക് പിന്നിലായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ വിവാദമായ 164 ബൂത്തിലെ വോട്ടുകൾ കൂടി എണ്ണിയതോടെയാണ് ഫലം നാടകീയമായി മാറിമറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ തങ്ങൾ ചെയ്ത വോട്ടുകൾ എവിടെ പോയി എന്ന ചോദ്യവുമായി അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടിരിക്കുകയാണ് നാട്ടുകാർ. CPM പഞ്ചായത്ത് അംഗങ്ങളും സജീവ ISF പ്രവർത്തകരും അടക്കം താമസിക്കുന്ന പ്രദേശമാണിത്. ഇവർ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ എല്ലാവരും കൂട്ടത്തോടെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തുവെന്നാണ് 164 ബൂത്തിലെ ഫലം സൂചിപ്പിക്കുന്നത്. ബി.ജെ.പിക്ക് യാതൊരു സ്വാധീനവുമില്ലാത്ത ഈ പ്രദേശത്ത് എക്കാലത്തും CPMഉം തൃണമൂലും തമ്മിലാണ് പ്രധാന മത്സരം നടക്കാറുള്ളതെന്ന് CPM അനുഭാവിയായ അഷ്റഫ് അലി എന്ന വോട്ടർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തങ്ങളുടെ ബൂത്തിൽ നിന്ന് ബി.ജെ.പിക്ക് എത്രയധികം വോട്ടുകൾ എങ്ങനെ ലഭിച്ചുവെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ലെന്നും ഇതിൽ വലിയ അസ്വാഭാവികതയുണ്ടെന്നും പ്രദേശവാസികൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആർക്കാണ് തങ്ങൾ വോട്ട് ചെയ്തതെന്ന് പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് നാട്ടുകാർ വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ബി.ജെ.പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല എന്നതും വാസ്തവമാണ്.